നിങ്ങളെന്താ ഉറങ്ങാത്തേ? ഞാൻ കിനാവ് കണ്ടാണ് സൂറ. എന്ത് കിനാവ്? നമ്മളെ കാറില് ഞാൻ അങ്ങനെ ഓടിച്ചു പോണ അന്ന സൈഡിലിരുത്തിയിട്ട്. അതിപ്പോ കിനാവല്ലല്ലോ, നാളെ നമ്മള് പോവല്ലേ. അതൊക്കെ ആലോചിച്ചിട്ടേ ഉറക്കം വരുന്നില്ല എനിക്ക്. എന്താ ഉറക്കം വരാത്തെ? എടിയൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എത്ര കാലമായിട്ടുള്ള മോഹമാണ് ഒരു കാറ് മേടിക്കാന്നുള്ളത്. സെക്കൻഡ് എന്തെങ്കിലും സെക്കൻഡ് ഉണ്ട്, അതിനും കായ് വേണ്ടേ? ഇനിയിപ്പോ എൻ്റെ അടുത്ത് എന്തെങ്കിലും പൊന്നുണ്ടോ? എൻ്റെ പൊന്നു മുഴുവൻ നമ്മൾ വിൽക്കും. എന്നിട്ട് അതിന് പുറമെ ഇനി അടവ് അടയ്ക്കാൻ. ഇതൊന്നും സാരല്ല, നമുക്ക് ആവശ്യമുണ്ടല്ലോ കാറ്. അത് വേണം. ആ, കോടതിയിൽ വരുന്ന ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും ഗുമസ്തന്മാർക്കും ഒക്കെ കാറാ. അപ്പോഴാണ് എൻ്റെ മുന്നിലും അങ്ങനെ ഒരു ആഗ്രഹം വന്നത്, നമുക്ക് ഒരു കാറ് മേടിക്കണം. എനിക്കുണ്ട് ആഗ്രഹേ. എന്ത്? കടയിലൊക്കെ പോയിട്ട് കാറിൽ പോയി ഇറങ്ങിയിട്ട് സാധനമൊക്കെ മേടിച്ച്. പച്ചക്കറി മേടിക്കാനൊക്കെ കാറിൽ പോകുന്നൊക്കെ നീ? പിന്നല്ലാതെ സാധാരണ ഞാൻ നടന്നു പോയി വരുമ്പോ വേർത്ത് കുളിച്ചായി. നാളെ എന്തായാലും നമുക്ക് പോവാം. ആ ആ പിന്നെ നമുക്ക് നമ്മുടെ കാറിന് ഒരു പേരിടണം. പേരോ? ഞാനൊരു പേര് കണ്ടുവെച്ചിരിക്കണം. എന്ത്? സുൽത്താൻ. നമുക്കൊരു മോൻ ഉണ്ടാവുകയാണെങ്കിൽ മോൻ ഇടാൻ വെച്ച പേരാ. മോനിപ്പോ എന്തായാലും ഉണ്ടാവുന്നില്ല, അപ്പൊ കാറിന് സുൽത്താൻ പേരിടാം. സുൽത്താൻ. സുൽത്താൻ. അങ്ങനെ വക്കീൽ ഗുപസ്തനായ ഞമ്മക്കും ഒരു കാറായി. നമുക്ക് കിടന്നാലോ? പെട്ടെന്ന് രാവിലെ വേണം കാറിൽ കയറാൻ. ലൈറ്റ് ഓഫ് ആക്കട്ടെ. നിങ്ങളെ ബൈക്കാ വാങ്ങി? എന്തേ? അതങ്ങനെ ടോക്കൺ നമ്പർ 16. അച്ഛ ഇവിടെ ഇരിക്കും. അവിടെ അതെ, അച്ഛനെ കാണിക്കാനാണേ. ടോക്കൺ എടുത്തുണ്ടോ? റിട്ടയർഡ് സർക്കിൾ ഇൻസ്പെക്ടർ സുഗത വന്നിട്ടുണ്ടെന്ന് പറയണം. അതെ, ഒന്നും വിചാരിക്കരുത്. അച്ഛൻ ഇച്ചിരി ഓർമ്മക്കുറവും ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പോലീസിലായിരുന്നോടോ? ആ, നീ എന്നാ ജയിലിയാടി? എന്നാ ജയിലിയാടി? ഉണ്ടായിരിക്കച്ച. എടാ, പെൺപാണിപ്പ കേസിൽ ജയിലിലുള്ള ആളല്ലേ? ഒന്നും വിചാരിക്കില്ല, വയ്യാത്ത. മുഖംമൂടി അയക്കട, മുഖംമൂടി അയക്കട. ആ, ഇങ്ങോട്ട് തിരിഞ്ഞു മിണ്ടാതെ അടങ്ങിയിരിക്കച്ച. അല്ല, അവൻ റിപ്രൈ ഇന്റർനാണോ എന്ന് കരുതിയാനതാ. പോയി പറയടാ, എന്താടാ ഒരു അനുസരണ ഇല്ലാത്ത? ഞാൻ വന്നിട്ടുണ്ടെന്ന് പോയി പറയടാ. മിണ്ടാതിരിക്ക, ചോദിച്ചു, വിളിച്ചു. അനുസരണ വേണ്ടേ? കുഴപ്പമില്ല, നോക്കാം. ഹലോ, ആ 7259 അല്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. അതെ, ഈ KL22P7259 ആരോ വണ്ടിയാ? നമ്മുടെ എന്റെ പൊന്നു ചേട്ടാ, ആ വണ്ടി ഒന്ന് അവിടെ അടുത്ത് മാറ്റി. അവിടെ കിടന്ന് ബ്ലോക്കാണ്. നിങ്ങൾ അവിടെയൊക്കെയാണോ കൊണ്ടേ വണ്ടി പാർക്ക് ചെയ്യുന്നത്? അത് പെട്ടെന്ന് ഇറങ്ങിയപ്പോ സ്ഥലമൊന്നും കിട്ടില്ല, അങ്ങനെ അവിടെ ഇട്ടിട്ട് വന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യം, അവിടെ മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് അത് എങ്ങനെയും മാറ്റി. വണ്ടി ഒന്നും മാറ്റിയിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ സുഗതന്റെ വണ്ടിയെന്ന് പറഞ്ഞാൽ മതി. അച്ഛാ, ഇത് ആശുപത്രിയാണ്. അതിനെന്താ? അച്ഛൻ ഒന്നും മിണ്ടാതിരിക്കേ. ഞാനൊന്ന് വണ്ടി മാറ്റിയിട്ടിട്ട് ഇപ്പൊ വരാം. ഞാനും വരാം. അല്ല, അച്ഛൻ ഇവിടെ ഇരുന്നോ, ഞാൻ ഇപ്പൊ വരാം. വണ്ടി മാറ്റിയിട്ടിട്ട് ഇപ്പൊ വരാം. മന്മത, അച്ഛാ ഇരുന്നോ, ഞാൻ ഇപ്പൊ വരാം. ഒരു 2 മിനിറ്റ് മാറ്റിയിട്ടിട്ട് ഇതാ വരുന്നു. മന്മത പോയി. ചേട്ടാ, ഇവിടെ നോ പാർക്കിംഗ് ആണേ. നോ പാർക്കിംഗ് ആണ്.
ഹലോ, ഇതെന്താ ഇവിടെ കാർ വെച്ചേ? ഞങ്ങളാ പച്ചക്കറി പീടിയിലേക്ക്. പച്ചക്കറി കട അവിടെയല്ലേ? ആ, ഇതിപ്പോ എന്താ എന്റെ കാറിന്റെ മുന്നിൽ കാർ വെച്ചേ? അല്ല അവിടെ സ്ഥലല്ലേ മോനെ, വണ്ടി വെച്ചാണ്. അതിന് ഇവിടെയാണോ വയ്ക്കുന്നത്? അതിപ്പോ സാധനം മേടിച്ചിട്ട് ഇപ്പന്നെ മാറ്റൂ. അത് പറ്റില്ല, ഇവിടുന്ന് എടുക്കുക. 5 മിനിറ്റിന് പണിയുള്ളൂ. 5 മിനിറ്റ് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ആള് കയറുന്ന കടയാ, ഇങ്ങനെ കാർ വെച്ചാലോ? ഇത് നിങ്ങളെ സ്വന്തം സ്ഥലമൊന്നുമല്ലല്ലോ, റോഡ് സൈഡല്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ കച്ചവടം നടക്കൂല. ഇതിപ്പോ റോഡ് മേലിരിക്കണോണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാർ എടുക്ക്. ആ മതി മതി, ഈ ഒരു വണ്ടി ഇപ്പൊ സാധനം മേടിച്ചോ, ഞാൻ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ ഒരു നിമിഷം ഒന്നിവിടെ പാർക്ക് ചെയ്തോട്ടെ. ഇല്ല ചേട്ടാ, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, കടയുടെ മുമ്പിൽ. ഒരു 10 മിനിറ്റ് ഒരു അത്യാവശ്യമായോണ്ടാ. ഇല്ല പറ്റിയല്ല ചേട്ടാ, നിങ്ങൾ കാർ അങ്ങോട്ട് എടുത്തു. ഹലോ, ഈ വണ്ടി ഇവിടെ നിന്ന് മാറ്റിയിടൂ. എപ്പോ ഒരു അപ്പുറത്തെ പീടിയിലേക്ക് ഒന്ന് പോരാ. എവിടെ പോകാനല്ലേ ഈ വണ്ടി ഒന്ന് മാറ്റിയിടൂ. ഞാൻ ഈ കട തുറന്നു വെച്ചേക്കണത് നിങ്ങളെ ഈ വണ്ടി കാണാനല്ല. എടുത്തിപ്പോ നിങ്ങൾ എല്ലാരും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഒരു ഇത്തിരി നേരത്തേക്കല്ല, റോഡ് സൈഡല്ല, നിങ്ങളെ പീടിയുടെ സ്ഥലമൊന്നുമല്ലല്ലോ. എനിക്ക് എന്റെ കച്ചവടം നടക്കണം. നിങ്ങൾ ഈ വണ്ടി ഇത്തിരി ദയവ് ഇവിടെ നിന്ന് ഒന്ന് മാറ്റിയിടൂ. ഈ ഒരു ചെറിയ കാർ ഇവിടെ കിടക്കുന്നുണ്ട്, എന്റെ കച്ചവടം എങ്ങനെയാണ്? ചെറുതായാലും വലുതായാലും എന്റെ കട വരാൻ പറ്റൂല. ആ വർത്തമാനം നിർത്തിക്കോ. ആ അല്ല രാവിലെ ഓരോന്ന് കയറി വന്നു. ചേട്ടാ ഒന്നിവിടെ പാർക്ക് ചെയ്തോട്ടെ. ഇവിടെ നടക്കില്ല ചേട്ടാ, കയറ്റിയിട അങ്ങനെ കയറിപ്പോട്ടെ. ഒരു 10 മിനിറ്റ് ഇപ്പൊ വരാം. എന്റെ പൊന്നിയേട്ടാ നടക്കില്ല, നമ്മളിവിടെ കച്ചവടത്തിലിരിക്കുന്നത്, കയറിയിട്. ചേട്ടാ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തോട്ടെ. നടക്കൂല, എടുത്തിട്ട് പോ. എവിടെ ഈ വണ്ടി കൊണ്ടെടുത്ത് എന്ത് കഷ്ടമാണ്. അതെ, ഒരു ഇച്ചിരി സമയം ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തോട്ടെ. ഒരു 10 മിനിറ്റ്. ചേട്ടാ ബൈക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു വണ്ടിയും കൂടെ അവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റുമോ? ബൈക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു വണ്ടി ഒന്ന് അങ്ങോട്ട് പാർക്ക് ചെയ്യാനായിരുന്നേ. ആ നിങ്ങളെവിടെ? ആ ഞാനേ അവിടെ ഒന്നും പാർക്കിംഗ് കിട്ടില്ല, എന്നിട്ട് ഞാനൊരു 3 കിലോമീറ്റർ ഇങ്ങോട്ട് പോന്ന്. ഇനിയിപ്പോ ഞാൻ നേരെ കോടതിക്ക് പോവാ, ഈ വീട്ടിക്ക് പോയിക്കോ. നിങ്ങളെന്ത് പറയണ? ഞാൻ പച്ചക്കറി മേടിച്ചിട്ട് ഇവിടെ നിക്കാണ്. അല്ല ഇനിയിപ്പോ അങ്ങോട്ട് വന്നാൽ പറ്റൂല, എനിക്ക് കോടതിയിലെത്താൻ സമയമായില്ല. ഇനി ബസ്സിന് പോയിക്കോ വീട്ടിലേക്ക്. അതെങ്ങനെയാണ്? നമ്മുടെ കാറിൽ ഞാൻ ഒരു 5 മിനിറ്റ് പോലും തേച്ച് ഇരുന്നിട്ടില്ല. നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്? ഞാൻ എന്താ കാട്ട സൂറ, എവിടെങ്കിലും ഒന്ന് പാർക്കിംഗ് കിട്ടണ്ടേ? ഒരു സ്ഥലത്ത് നിർത്താൻ ആൾക്കാർ സമ്മതിക്കണില്ല, പിന്നെ ഞാൻ എന്താക്കും? അല്ല പച്ചക്കറി വാങ്ങിയിട്ട് ഇന്ന കാറിൽ ആക്കാന്നൊക്കെ പറഞ്ഞതല്ലേ? ഒക്കെ ശരിയാണ്, പക്ഷെ ഇങ്ങനെ പാർക്കിംഗ് കിട്ടൂല എന്ന് ഞാൻ വിചാരിച്ചോ? ഞാൻ ഇവിടെ നിക്കൂ. വേണ്ട, ഈ ബസ് കയറി പോയിക്കോ. എന്റെ ബസ് കയറാനും നിന്റെ അടുത്ത് പൈസ ഒന്നുമില്ലോ. ആദ്യം ഓട്ടോറിക്ഷ വിളിച്ച് പോയിട്ടെ നമ്മളെ കാതർക്കാന്റെ വീട്ടിൽ നിന്ന് മേടിച്ചു കൊടുത്താൽ മതി. എന്നാലും നിങ്ങൾ ഇന്ന കാറ് കയറ്റൂലല്ലേ? കാർ കയറ്റിട്ടാണോ സൂറ അത്? നിർത്താൻ സമ്മതിക്കേണ്ട ആൾക്കാർ എവിടെ എത്തിയെന്നറിയാം. ഞാൻ അവിടെ എങ്ങനെ ഞാൻ തിരിച്ചു വരും? എനിക്ക് കോടതിയിലെത്തണ്ടേ? പറയണ്ട. ആ ഞാൻ വൈകുന്നേരം വരാം, എന്നിട്ട് കാണാം. ഇതൊരു കഷ്ടാണ് റബ്ബേ. ഇവിടെ വണ്ടി നിർത്തരുത്, വണ്ടി നിർത്താൻ പറ്റില്ല. എടുക്കുകയാണ് മോനെ, എടുക്കുകയാണ്. സുമേഷേ, ഞാൻ വിളിക്കാം, അങ്ങോട്ട് വിളിക്കാം. ഞാൻ ഒരു സ്ഥലത്ത് പാർക്കിംഗ് കിട്ടാതെ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാം, നീ പറയണ കേൾക്കാൻ ഞാൻ വിളിച്ചോളാം.
റോഡ് കണ്ടി കൂടെ ചേട്ടാ, ഇവിടെ നോ പാർക്കിംഗ് ആണ്. എടുത്തേ. ഇതൊക്കെയാ എന്തൊക്കെയാ അതെന്താ പുതിയ കാറൊക്കെ എടുത്താ? പുതിയതല്ല വക്കീലെ, സെക്കൻഡ് ഹാൻഡ് നല്ലതൊന്ന് കിട്ടി അപ്പം എടുത്താ. അല്ല ഇതെന്താ ഇവിടെ പാർക്ക് ചെയ്ത്? ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണ്ടേ? ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഫൈന് വരും. അല്ല കോടതിന്റെ അകത്ത് തീരെ സ്ഥലമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്ക് 2 കാറില്ലേ, ഞാൻ വീട്ടിൽ വെച്ചിട്ട് ബസ്സിനാ വരുന്നത്. അതിന്റെ പെട്രോൾ ലഭിക്കാനോ? പെട്രോൾ ലാഭിക്കാനല്ല, ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, വലിയ പ്രശ്നമാ. ഇനിയിപ്പോ എന്താക്കൂ? എന്താക്കാൻ, ഇപ്പൊ ജഡ്ജിമാർക്ക് വരെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിട്ട് അവര് ഡ്രോപ്പ് ചെയ്ത് പോവുക. പിന്നെ കോടതി കഴിഞ്ഞാൽ വീണ്ടും വന്ന് പിക്ക് ചെയ്യും. പക്ഷെ എന്തൊരു കഷ്ടം, ഒരു കാറ് മേടിച്ച് കഴിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാലേ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുന്ന് മാറ്റിയല്ലേ പ്രശ്നമാവും. അല്ല പ്യാരിവക്കലിന്റെ കേസ് വിളിച്ചോ? ഇല്ല അത് 11 മണി കഴിയും. ഞാനൊന്ന് ഓഫീസ് പോണം. ഓക്കെ. എന്തൊരു കഷ്ടാണ് റബ്ബേ, എവിടെയാണ് ഇതൊന്ന് കൊണ്ടുകിട്ടുക? ആ വണ്ടി കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് കയറ്റി ഇടാൻ പറ്റുമോ? ചേട്ടാ ഇവിടെ പാർക്കിംഗ് ഇല്ല കേട്ടോ, ഇത് കടയിൽ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഒരു അത്യാവശ്യം. ഇല്ല കയറ്റിക്കോ, പോട്ടെ. ഒരു 10 മിനിറ്റ് ഒന്ന് വണ്ടി ഇവിടെ ഇട്ടോട്ടെ. ആ നോക്കണ്ട, മാറ്റാം. ഇട്ടില്ല. പോവാ ബഹളം കാണിക്കണ്ട. കുറച്ച് സമയം വണ്ടി ഒന്ന് ഇവിടെ ഇട്ടോട്ടെ. അപ്പം ഞങ്ങൾക്ക് മീൻ വിൽക്കേണ്ട പോവാന് ഒരു 10 മിനിറ്റ്. കടങ്ങ് നോക്കേട്ടാ. മുട്ടുമ്പോ ഞാൻ പറയും വാ, മുട്ട ഞാൻ പറയും റിവേഴ്സ്. റിവേഴ്സൽ എടുക്കണം കേട്ടാ. റിവേഴ്സ്. നോയിക്കോളേ. റിവേഴ്സ്. മുട്ടി വണ്ടി മുട്ടി. കറക്റ്റാ പറയാനല്ലേ പറഞ്ഞു, പറയണ്ടേ നിങ്ങൾ നേരത്തെ? എന്താ സുഹൃത്തേ ഇത്? മുട്ടിയാ പറയുന്നല്ലേ പറഞ്ഞു, മുട്ടിയല്ലോ. ഓക്കേണ? ഓക്കെ. എവിടെയാ പോന്ന്? അവിടെ സത്യശീലൻ ഡോക്ടറല്ലേ, ഡോക്ടറെ ക്ലിനിക്ക് വരെ വന്നതാണ്. അപ്പൊ അവിടെ പാർക്കിംഗ് ഫുള്ളായി. അപ്പൊ പുറത്തോട്ട് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ടൊന്ന് ഇട്ടേക്കാം. ശരി. ഹോസ്പിറ്റലിന് മുന്നിൽ വണ്ടി പാർക്ക് ചെയ്യേണ്ട സമയത്ത് ഇവിടെ വന്ന് പാർക്ക് ചെയ്താ? സൂപ്പർ മാർക്കറ്റ് ഒരുപാട് കച്ചവടം നടക്കുന്ന സ്ഥലമാണ്, ഇതിന്റെ മുമ്പിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. അതെ, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 15 മിനിറ്റ് പൊക്കോളാം. 15 മിനിറ്റ് ഒരു മിനിറ്റ് എടുക്കാൻ പറ്റില്ല, വണ്ടി എടുത്ത് പോയിക്കൊള്ളാൻ പറ്റുന്നത്. വേറെ കാര്യമുണ്ട്, ഇതിപ്പോ നിങ്ങളുടെ ഗേറ്റിന് പുറത്താണല്ലോ. അതെ, നിങ്ങളുടെ ഗേറ്റിനകത്തല്ലോ ഞാൻ വണ്ടി ഇട്ടേക്കാം. അതൊന്നും പറയണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്താ, ഇത് 4 തവണ ഊതി കഴിഞ്ഞ 40 സെക്യൂരിറ്റി ഗാർഡ് വന്ന് ഇത് തച്ച പൊളിച്ച് അത് പറയണേ. ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനാണല്ലോ ഞാൻ നോ പാർക്കിംഗ്. അതെ, നിങ്ങൾ വലിയ ആളൊന്നും കളിക്കണ്ട. ഞാൻ ഇവിടെ വണ്ടി ഇട്ട് ഒരു 15 മിനിറ്റ് എടുത്തിട്ട് പോകും. ഒന്ന് പോകുന്നുണ്ടോ ഇല്ലോ? സ്വഭാവം പറ. ഞാൻ ഇപ്പൊ വിളിക്കും ആൾക്കാരാ. ഇവിടെ പാർക്കിന് എങ്ങനെ മനുഷ്യത്തെ കാണിക്കണോ? ജയിലിൽ നിന്ന് പരോളിറങ്ങിയിട്ടാ ഞാൻ ഈ പണിയെടുക്കുന്നത്. തീർച്ച എന്നെ ജയിലിലേക്ക് പറഞ്ഞേക്കല്ല. ഞാനൊരു 15 മിനിറ്റ് ഇവിടെ ഇട്ടോണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. 15 മിനിറ്റ് എടുത്താ വണ്ടി എടുത്തോ. എടുക്കാം.
അറിയാം